ഹലോ, എന്തുട്ടാ പരിപാടി? ഒരു ഈന്തപ്പഴത്തിന്റെ മരം ഉണ്ടായ കഥയാണ് കേട്ടോ പറയണ്. ഞങ്ങള് കുറച്ചു നാൾ മുന്നേ കുന്നംകുളത്തേക്ക് പോയപ്പോ അവിടെ നല്ല ഫ്രഷ് ഈന്തപ്പഴം ഇരിക്കണ കണ്ടപ്പോ കുറച്ചിട്ട് വാങ്ങി. എന്റെ അച്ഛൻ എന്ത് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കുരുവൊക്കെ എടുത്ത് ചട്ടിയിൽ ഇട്ടേക്കാറുണ്ട്. അങ്ങനെ ഈന്തപ്പഴത്തിന്റെ കുരു അച്ഛൊരു ചെടിച്ചട്ടിയിൽ ഇട്ട് വെച്ച് അത് 2 ദിവസം മുന്നേ നോക്കിയപ്പോ ചെടിയൊക്കെ നല്ല വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അടക്കിയാണെന്ന്. കവുങ്ങുമരത്തുമ്പോ ഉണ്ടാവണ കായൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അടക്കാന്ന് പറയാ. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്തുട്ടാ പറയാന്ന് കമന്റ് ചെയ്യണം കേട്ടാ. പിന്നെയാണ് അച്ഛന് മനസ്സിലായത് ഇതിന്റെ അകത്ത് ഈന്തപ്പഴത്തിന്റെ കുരു മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ചട്ടിയിൽ ഇരുന്നിട്ട് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ചട്ടിന്ന് മാറ്റണ പരിപാടിയാണ് കേട്ടോ ചെയ്യണേ. അതിന്റെ കടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒരു കുഴിയാണ്ട് കുത്തി. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം കേട്ടോ ഈന്തപ്പഴം വെക്കാന്. ഒരു ചാക്കില് വളവും മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ആക്കി ചട്ടിന്ന് ഈന്തപ്പഴം എടുക്കണ പണിയാണ് കേട്ടോ ഇനിയുള്ളത്. അടിക്ക് നന്നായിട്ട് വേര് പോയ കാരണം നല്ല ബുദ്ധിമുട്ടാണ് അത് എടുക്കാന്. ഒരു കത്തി എടുത്തിട്ട് അച്ഛൻ ചട്ടിയിലെ 4 ഭാഗം ഒന്ന് ഇളക്കി കൊടുത്തു. ഈ ഈന്തപ്പഴനൊക്കെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. കേരളത്തില് മഴ വീണ സമയത്താണ് ഇതിന്റെ അകത്ത് കായ ഉണ്ടാവാറുള്ളതെന്ന്. അതാണ് ഒരു പ്രശ്നം. ഈന്തപ്പഴം പഴുക്കാനും കായ്ക്കാനും വെയിലാണ് അത്യാവശ്യം. അതല്ലേ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്ര അധികം ഈന്തപ്പഴം ഉണ്ടാവണ്. എന്തായാലും നമുക്കൊന്ന് നട്ടോക്കെ, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. കുഴിയിലേക്ക് മിക്സ് ചെയ്ത വളം ഇട്ട് കൊടുത്തു. എങ്ങനെയൊക്കെ ചട്ടിന്ന് എടുത്തിട്ട് കുഴിയിലേക്ക് അച്ഛൻ ഇറക്കി വെച്ചു. എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത വളവും മണ്ണും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ കുറച്ച് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു, അതും അച്ഛൻ ചെയ്തു. അച്ഛൻ ഈ ചെടി നടന്നതും ചെടി ഉണ്ടാക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രൂട്ട് ഉണ്ടാവണ മരങ്ങൾ നടണതാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞങ്ങളുടെ അവിടെ കുറെ ഫ്രൂട്ട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. എന്തായാലും ഈ ചെടി വളരുന്നതിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻ ഞാൻ തരണ്ട് കേട്ടാ. അച്ഛനാണ് കഷ്ടപ്പെട്ടെങ്കിലും ചെടി നടല് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വക ഒരു വീഡിയോ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ. ബൈ ബൈ.